ഗൈസ് കുറേ നാളായി വാണിയംകുളം ചന്തയിലേക്കൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ ഇന്ന് പുതുവർഷവും വ്യാഴാഴ്ചയും ഒത്തു വന്ന ദിവസമാണ്. പോരാത്തിന് ഞങ്ങളുടെ നാട്ടിലാവട്ടെ വാണിയംകുളം ചന്ത ദിവസം. ഓഫീസും അവധിയാണ്, അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് വെറും 6 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഏകദേശം 10 മിനിറ്റ് ബൈക്ക് ഓടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വാണിയംകുളം ചന്തയിലെത്തി. ചന്തയുടെ എൻട്രൻസിൽ തന്നെ നല്ല മൂർച്ചയുള്ള കത്തികൾ വിറ്റുകൊണ്ടിരുന്നിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ നേരെ ചന്തയുടെ ഉള്ളിലേക്ക് കയറി. ഇതാണ് ചന്തയുടെ എൻട്രൻസ് കേട്ടോ. ചന്തയുടെ അകം സെക്ഷനായിട്ട് തരം തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇടതുവശം പോത്തുകൾ, വലതുവശം വളർത്തുമൃഗങ്ങൾ, സെൻട്രലായിട്ട് മൂരികൾ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോത്തുകളുടെ സെക്ഷനാണ്. ഇവിടെ മുറ മുതൽ ആന്ധ്രാപോത്ത് മുതൽ നാടൻ പോത്ത് വരെ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് നടുക്കുള്ള മൂരികളുടെയും കാളകളുടെയൊക്കെ സെക്ഷൻ കേട്ടോ. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള കാളകളെയും മൂരികളെയും കാണാൻ പറ്റും. അതായത് ഗുജറാത്തിൽ നിന്നും അതേപോലെ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയുള്ള കാളകളെയും മൂരികളെയും ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഗിർ ഇനത്തിൽപ്പെട്ട കാളകൾ കേട്ടോ. ഇതിനൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇറച്ചിക്കായിട്ടാണ് കേട്ടോ. ഇനി വലത്തെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയ പശുക്കുട്ടികൾ, കാളക്കുട്ടികളും മൂരിക്കുട്ടികളും അതേപോലെ പോത്തിൻകുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ തന്നെയാണ് നല്ല കറവ പശുക്കളെയും വിൽക്കുന്നത്. ഇതാണ് ചന്തയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നല്ല സൂപ്പർ വ്യൂ ആണ്. പണ്ടത്തെ കാലത്ത് ഇത് എല്ലാം വിൽക്കാനുള്ള ഒരു ഏരിയ ആയിരുന്നു. ആട്, മാട്, കോഴി, പച്ചക്കറി അതേപോലെ എല്ലാ സാധനങ്ങൾക്കും വിൽക്കാനുള്ള ഒരു ചന്തയായിരുന്നു. വെറും ഒരു കാലിച്ചന്തയായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള ചന്തകളൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. ബൈ ബൈ.